ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു കുഞ്ഞു കാര്യം പറയാനാണ്. ഈശോ ഈ ക്രിസ്തുമസ് ദിവസങ്ങളിൽ നടത്തിയ ഉണ്ണീശോ ഒരു അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ പറയാനാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിരിക്കരുത് കേട്ടോ. കുഞ്ഞു കാര്യമാണ്, എങ്കിലും അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. ക്രിസ്തുമസ് അല്ലേ, ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ക്രിസ്തുമസിൻ്റെ അന്ന് രാത്രി. ഇന്നാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ക്രിസ്തുമസൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? പാതിര കുർബാനയ്ക്കൊക്കെ പോയോ? ഞാൻ പാതിര കുർബാനയ്ക്കൊന്നും പോയില്ല. എനിക്ക് അങ്ങനെ പാതിര കുർബാനയ്ക്ക് പോകാനുള്ള ആരോഗ്യം ഇല്ല. അതുമാത്രമല്ല, നാളെ മുതൽ ഈ ട്രീറ്റ്മെൻറ്റും സ്കാനിങ്ങും ഒക്കെയാണ്. രണ്ടാമത്തെ ആ സെക്കൻഡ് ഗ്രോത്തിന് കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി നാളെ മുതൽ. എന്തായാലും ഈ വർഷത്തെ ക്രിസ്തുമസ് അടിപൊളി ക്രിസ്തുമസ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ക്രിസ്തുമസ് ഇത്ര നന്നായിക്ക് ഈശോ. നിങ്ങൾക്കൊക്കെ ഓരോ പ്രാർത്ഥനകൾ ചൊല്ലണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴേ ഫ്രാൻസിസ്കൻ ജപമാല, മാതാവിൻ്റെ ദണ്ഡവിമോചനം ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ണീശോയുടെ ജപമാല, കൊച്ചു ജപമാല, അത് ചൊല്ലാൻ പറഞ്ഞു. പിന്നെ ക്രിസ്തുമസിന് ആയത്തമായിട്ടുള്ള ഒരുക്ക ജപമാല, അതും ചൊല്ലാൻ പറഞ്ഞു. പിന്നെ 1000 നന്മ നിറഞ്ഞു പറയുമ്പോൾ എല്ലാവരും ചൊല്ലി കാഴ്ച വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർ ചോദിക്കും, ഇതൊക്കെയാണോ വലിയ കാര്യങ്ങൾ എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതുപോലും ചെയ്യാനായിട്ട് പറ്റണില്ല. എന്തായാലും നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല തണുപ്പുണ്ടല്ലോ അല്ലേ? ഞാൻ ജീവിക്കുന്നിടത്തും ഞാൻ താമസിക്കുന്നിടത്തും നല്ല തണുപ്പാണ്. മാത്രമല്ല, ഇപ്പം അന്തരീക്ഷത്തിലത്തെ ചെറിയ മാറ്റങ്ങളൊക്കെ എന്നെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ ഏകദേശം ബഹിരാകാശത്തേക്ക് പോണ പോലെയാണ് വീട്ടിൽ നടക്കാറ്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ തലയിൽ കെട്ടും സെറ്ററൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. എന്നാലും എൻ്റെ പൊന്നു തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ച് ധാരാളം വീട്ടുജോലികളൊക്കെ എടുത്ത് ഈ ക്രിസ്തുമസ് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. നാളെ പോകാനുള്ള ഒരുക്കങ്ങളാണ്. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാമത് എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം നിറഞ്ഞ്, ഇത് എപ്പോഴാണ് ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് പറയാൻ പറ്റും. എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഞാൻ എല്ലാ വർഷവും ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കുറച്ച് ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് പൈസ തരും. അപ്പോൾ കേക്ക് കൊടുക്കാനും ഈ അനാഥ മന്ദിരങ്ങൾ, ആശ്രമങ്ങളൊക്കെ അവരുടെ പേരിൽ അത് കൊണ്ടു കൊടുക്കാനും, അത് ഉടനെ തന്നെ അത് കൊടുത്ത് അതിൻ്റെ റെസീറ്റ് അവർക്ക് ആ ഫാദർമാരെ കൊണ്ടോ സിസ്റ്റർമാരെ കൊണ്ടോ അയച്ചു കൊടുക്കും. ചില കാരണങ്ങൾ അവർക്ക് അയക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. വർഷങ്ങളായിട്ട് ഒരു 25 വർഷത്തോളമായി ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട്. ഒരു 20 വർഷത്തോളായും തോന്നുന്നു. ഞാൻ പണ്ടൊക്കെ ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കി ആശ്രമങ്ങളിലും തളർന്നവർക്കും വിധവകൾക്കും രോഗികൾക്കും അതുപോലെ തെരുവിലെ മക്കൾക്കും കേക്ക് കൊടുക്കാറുണ്ട്, നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ട്. അപ്പം അധികം പൈസ ചിലവില്ല. അന്ന് എൻ്റെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ പ്രവർത്തനത്തിന് എന്നെ സഹായിക്കാനായിട്ട്. ഞാനും കുട്ടികളെ പഠിച്ചു വരുന്ന സമയമാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിലും അന്ന് പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചില കുറുക്ക് വഴികളിൽ കൂടെയൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കും. എങ്കിലും എല്ലാവർക്കും എത്തിക്കാറുണ്ട്. അതൊരു സന്തോഷമാണ്. ചിലപ്പോൾ അത് കൊടുക്കുമ്പോൾ ചില അമ്മാമ്മമാർക്ക് അപ്പാപ്പന്മാർക്കൊക്കെ കൊടുക്കുമ്പോൾ, മോളെ ഞങ്ങൾക്ക് ഇന്ന് വരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല ഒരു കേക്ക്. അത് സാധാരണ കേക്കല്ലല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ എടുത്ത വശം പൊടിയൊന്നുമില്ല, അങ്ങനത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി എനിക്ക് രോഗമായപ്പോൾ ഞാൻ തന്നെ അസുഖമായി കിടക്കായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ആ വർഷം ഒരു വർഷമേ അങ്ങനെ മുടങ്ങിയുള്ളൂ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ ആ വർഷം കീമോ തുടങ്ങി, എനിക്ക് പറ്റിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്തിരുന്നു. ഞാനും ഫ്രാൻസിസ് ഏട്ടനും ആണ് കൊടുക്കുക. ചിലപ്പോൾ വീട്ടിൽ മരുമകൾ ആദ്യത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം വന്നിരുന്നു. ഇപ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങളും ഒക്കെ ആയപ്പോൾ
ഇറങ്ങാൻ പറ്റണില്ല. ഞങ്ങൾ തന്നെ ഈ വർഷം ഞാൻ വീട്ടിൽ പറഞ്ഞു, ഏതായാലും ഇത്രത്തോളം ഈശോ ഞാൻ മരിക്കും എന്ന് പറഞ്ഞ ആളെ ഇത്രത്തോളം എൻ്റെ ഈശോ നിലനിർത്തിയില്ലേ. അപ്പോൾ ഉണ്ണീശോയുടെ കേക്ക് ഈ വർഷം കൊടുക്കണം. എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് 10 അവർ പ്രാർത്ഥനയിൽ വരുന്ന ആളുകളൊന്നുമല്ല, എൻ്റെ ഫ്രണ്ട്സ് എന്നെ അറിയാവുന്നവർ അവർ പറഞ്ഞു, ആലസി ചേച്ചി നമുക്ക് വേണ്ടതുപോലെ എല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാം. അങ്ങനെ പറഞ്ഞ് കേക്ക് ഉണ്ടാക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പം ഇല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ രണ്ടാമത്തെ ഈ സെക്കൻഡ് ഗ്രോത്തിൻ്റെ കുറച്ച് അസ്വസ്ഥതകളുണ്ട്. അപ്പം അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലൊരു കേക്ക് വേണം, നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ടാക്കണം. അല്ലാതെ മറ്റുള്ള സാധനങ്ങളൊന്നും അതിൽ ആഡ് ചെയ്തിട്ടുള്ള കേക്ക് ഈ വൃദ്ധഭവനങ്ങളിലും അഭയഭവനങ്ങളിലൊന്നും ഇത് കൊടുക്കുമ്പോൾ അവർക്ക് പറ്റില്ല. കാരണം ക്രീമിട്ട കേക്കൊന്നും ഇപ്പോൾ വയസ്സായവർക്ക് കഴിക്കാൻ പറ്റില്ല. അത് പിള്ളേർക്കല്ലേ പറ്റുള്ളൂ. നമ്മളെല്ലാം കൊടുക്കുന്നത് വയസ്സായവർക്കും തളർന്നവർക്കും വിധവകൾക്കും അങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മരുമകളോട് പറഞ്ഞു, ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ എന്ത് ചെയ്യും. മരുമകൾ പറഞ്ഞു, അതേ അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, ആ മിസ്സിനോട് പറഞ്ഞിട്ട് അമ്മച്ചിയുടെ ഐഡിയയിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കേണ്ടത്, എന്താണ് ആഡ് ചെയ്യേണ്ടത്, എന്താണ് ആഡ് ചെയ്യേണ്ടാത്തത്, അത് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി ചെയ്തു തരും. സന്തോഷമായി. ഞാൻ ആ കുട്ടിയുടെ പേരൊന്നും പറയണില്ല, അത് ഭയങ്കര പാവം പിടിച്ചൊരു കുട്ടിയാണ്. 3 കുട്ടികളുണ്ട്. ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, കേക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തരണം, കുറച്ചധികം കേക്ക് വേണം, കാരണം കുറേ സ്ഥലങ്ങളിൽ കൊടുക്കണം. അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ ദിവസവും എൻ്റെ ആരോഗ്യം അനുസരിച്ച് ഞാനിങ്ങനെ പറയും, 10 ഓർഡിനറി കേക്ക്, 5 ക്രീം കേക്ക്, പിന്നെ എത്ര ദിവസം 5 ഓർഡിനറി കേക്ക്, അങ്ങനെ 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 ഓരോ ദിവസം നമ്മുടെ എത്ര സ്ഥലത്തേക്ക് പോകാൻ പറ്റും, എത്ര ആളെ വിഷ് ചെയ്യാൻ പറ്റും, അത് കണക്കാക്കി ഞാനങ്ങനെ ഓർഡർ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ലാസ്റ്റ് ഇന്ന് 25-ാം തീയതിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ 24, 23, 22-ാം തീയതി തോന്നുന്നു, 2 ദിവസം മുൻപ് എനിക്ക് ഒരു 10-20 സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, 12 ക്രീം കേക്കും, അതായത് ഹാപ്പി ക്രിസ്മസ് എന്ന് വിഷ് ചെയ്തതും, 6 സാധാരണ കേക്കും. സാധാരണ കേക്ക് ഒരു ക്രീം ഒന്നും ഉണ്ടാവില്ല, അത് അങ്ങനത്തെ ആളുകൾക്ക് അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ കൊടുത്തു. അങ്ങനെ ഓർഡർ കൊടുത്ത് ഈ കുട്ടി ഒത്തിരി പണിയുണ്ടല്ലോ, അപ്പോൾ 12 ക്രീം കേക്കൊക്കെ റെഡിയാക്കി, 6 ഓർഡിനറി കേക്ക് റെഡിയാക്കി അങ്ങനെ അത് മിക്സ് ചെയ്ത് സംഭവം മിക്സർ ഒഴിച്ച് വന്നപ്പോൾ 5 കേക്കേ ഉള്ളൂ. 5 കേക്കിനുള്ള മിക്സറേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിക്ക് ഭയങ്കര ടെൻഷനായി. ദൈവമേ, ഇവർ പ്ലാൻ ചെയ്ത് പോകുന്നതല്ലേ, അപ്പം ഓരോ റൂട്ട് എടുക്കുമ്പോൾ ഒരു റൂട്ടിൽ അങ്ങോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുന്ന കാര്യം അത്ര എളുപ്പമല്ല. അങ്ങനെ ഞാൻ ഈ 12 ക്രീം കേക്കും 6 ഓർഡിനറി കേക്കും ഓർഡർ ചെയ്ത് ഇരുന്നു. അന്ന് പോകാനുള്ള പുലർച്ചെ 2:30 മണിക്ക് ഈ കുട്ടി എൻ്റെ മരുമകൾക്ക് മെസ്സേജ് ഇടാണ്, മിസ്സ്, അവർ ടീച്ചർമാരായിരുന്നല്ലോ, അവർ പഠിപ്പിക്കുന്നവരല്ല. അപ്പോൾ മിസ്സ്, അമ്മച്ചി പറഞ്ഞ കേക്ക് ക്രീം കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്, പക്ഷെ 6 ഓർഡിനറി കേക്കാണ് ഓർഡർ ചെയ്തത്. പക്ഷെ മിക്സർ ഉണ്ടാക്കി വന്നപ്പോൾ 5 എണ്ണേ കിട്ടിയുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? പുലർച്ചെ 2:30 മണി സമയം. ഞാൻ ഇപ്പോൾ തന്നെ രണ്ടാമത് മിക്സർ ഉണ്ടാക്കണോ, അതോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മരുമകൾ എന്നെ വിളിച്ചൊന്നുമില്ല, പാതിര സമയമല്ലേ. ആൾ പറഞ്ഞാൽ കുഴപ്പമില്ല മിസ്സേ, അത് 5 എണ്ണം തന്നെ മതി, അത് കുഴപ്പമില്ല, അമ്മച്ചത് അഡ്ജസ്റ്റ് ചെയ്തോളും, വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അതിന് ടെൻഷൻ എടുക്കണ്ട, 5 എണ്ണം മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് പോവുകയാണ്. ഞാനിത് അറിയുന്നില്ല ഇങ്ങനെ 5 എണ്ണേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒരു റൂട്ടിലേക്ക് പോകുമ്പോൾ ഒരു 12 സ്ഥലം ഉണ്ടെങ്കിൽ ഓരോ റൂട്ടിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ എടുത്ത് എഴുതി വയ്ക്കുക. അപ്പോൾ ആ റൂട്ടിൽ ഒരെണ്ണം മിസ്സായാൽ പിന്നെ ആ റൂട്ടിലേക്ക് നമ്മൾ പോവില്ല. അപ്പോൾ മോള് വിചാരിച്ചു നമുക്ക് വാങ്ങി കൊടുക്കാം, അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക, ഈ 12:30 മണി ഈ 2:30 മണി സമയത്ത് അതിനെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ച് അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് പോയി. അപ്പം അന്ന് ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ
ഈ ദിവസങ്ങളിൽ ഞാൻ കുർബാനയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കാര്യങ്ങൾ ചെയ്തിട്ട് വേണം എനിക്ക് പുലർച്ചെ കുർബാനയ്ക്ക് പോകാൻ. ഞാനിപ്പോഴും ഇത് ഇരുന്ന് സംസാരിക്കുമ്പോഴും എൻ്റെ വയറിൽ ഭയങ്കര വേദനയുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്നത്. വേദനയാണ്. പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ, വയറ്റിൽ ക്യാൻസർ ഉള്ള ആൾക്ക് വേദന ഇല്ലാണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ വേദന പറയാറില്ല. അത് ഈ രോഗത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പം അത്രയ്ക്കും പ്രശ്നമാണ് പുലർച്ചെ പോവുക. കുറേ കാര്യങ്ങൾ ചെയ്യണം. കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ അവയവം പോകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ കുർബാനയ്ക്ക് പോവും എങ്ങനെയെങ്കിലും. ഞാൻ പറയാൻ മരിച്ചാലും കുർബാനയ്ക്ക് പോവും. ഞാൻ എണിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ മാത്രം കിടക്കും. ഈശോ ഇപ്പോൾ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ പള്ളിയിൽ ചെന്ന് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഉണ്ണീശോയെ, ഞാനിങ്ങനെ ഈ നിന്നെയും കൊണ്ട് ഹാപ്പി ക്രിസ്മസ് പറയാൻ ഈ വയ്യാത്തോടത്ത് കേക്കും കൊണ്ട് പോകുന്നുണ്ട്. ഈ കേക്ക് കൊണ്ട് പോകുമ്പോൾ നീയും ഇതിൽ ഉണ്ട്, നീ ഇതിൽ ഇടപെടുന്നുണ്ട്, നിനക്ക് ഞങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് എന്നെ ഒന്ന് അറിയിച്ചോളോ. എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചടയാളം തന്നിട്ട്. അത് ഒരു ലോകാത്ഭുതങ്ങളിലൊന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല, നമ്മുടെ മാനസികമായ രീതിയിൽ കുറച്ച് എന്തെങ്കിലും ഇത് ഈശോ കാണുന്നുണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേക്കൊക്കെ കൊണ്ടു കൊടുക്കേണ്ടത്. ഇന്ന് ലോങ് റൂട്ടാണ് പോണത്. ഈ ക്യാൻസർ രോഗിയാണ് പോണത്, ആമാശയില്ലാത്ത അലിസാണ് പോണത്. അപ്പോൾ പോകുമ്പോൾ നീ ശ്രദ്ധിച്ചോളോ, ഞാൻ നിൻ്റെ സ്നേഹമാണ് കൊടുക്കാൻ പോണേ, അത് തളർന്നവർക്കും വിധവകൾക്കൊക്കെയാണ് കൊടുക്കാൻ പോണേ എന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് വരികയാണ്. എനിക്കൊരു അടയാളം തന്നോളെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ വന്നതിന് ശേഷം ഈ കുട്ടി വന്നു, ഈ കേക്ക് ഉണ്ടാക്കുന്ന ആള്. അങ്ങനെ ആള് വന്ന് എന്നെ കണ്ട വശം വിറച്ച് കരയാണ് ചെയ്യണേ. ഞാൻ എന്ത് പറ്റി മിസ്സായിരുന്നു. അപ്പോൾ എനിക്ക് വലിയൊരു അടയാളം തന്നു ഈശോ. ഉണ്ണീശോ എൻ്റെ വലിയ അടയാളം തന്നു. സത്യത്തിൽ ഞാനിവിടെ ഓരോ ദർശനങ്ങൾ കാണുമ്പോഴും എനിക്കിങ്ങനെ പേഴ്സണലായിട്ട് ഓരോ അടയാളങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ ചിലതൊന്നും ഗ്രൂപ്പിൽ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലേ കാണുന്നത്. ഇപ്പോൾ റഫായൽ മാലാഖയുടെ ദർശനം കാണാണ്. ഞാൻ റഫായൽ മാലാഖയുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞാൽ ചുറ്റിടിക്കുന്നവർക്ക് എന്താണ് കാര്യം? കാണണ്ട, നല്ല കാര്യം. അവർക്ക് അതിൻ്റെ അനുഭവം കിട്ടണ്ടേ. അതുപോലെ ശുദ്ധീകര ആത്മാക്കളെ കാണുമ്പോൾ ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞില്ലേ, ഇവർക്ക് എന്തെങ്കിലും അനുഭവം കൊടുക്കുക. അപ്പോഴാണ് അവർക്കൊരു സെമിത്തേരിയിലെ സ്മെല്ല് കാണിച്ചു കൊടുത്തത്. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ഈശോയെ ഇവർക്കും കൂടി അനുഭവമാകുന്ന അനുഭവങ്ങൾ വേണം. അപ്പോഴാണ് നമുക്ക് വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടുക, ഒന്നിക്കുക, പ്രാർത്ഥനയുടെ ലെവല് തന്നെ മാറും. അവർക്ക് അടയാളങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ ഉണ്ട്, അത് സത്യം എന്നവർക്ക് അറിയാം. പക്ഷേ എന്നാലും നമുക്ക് കിട്ടണം. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾക്ക് ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്കൊരു അടയാളം തന്നോളോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ കുട്ടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഈശോ ഇടപെട്ട്. ഞാൻ എന്ത് ഈശോ ഇടപെട്ടെ? അപ്പോൾ പറയാണ്, ഈ 5 കേക്കിനുള്ള മിക്സർ ഒഴിച്ച് 5 കേക്ക് ഉണ്ടാക്കി വെച്ചു, 6ാമത്തെ കേക്ക് ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇത് പാക്ക് ചെയ്യാൻ 12 ക്രീം കേക്ക് പാക്ക് ചെയ്തു. 5 പെട്ടി എടുത്ത് 5 കേക്ക് പാക്ക് ചെയ്യാൻ, ഓർഡിനറി കേക്ക് പാക്ക് ചെയ്യാനായിട്ട് ഈ കുട്ടി ആ ഓവൻ തുറന്ന് നോക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതിൽ 6 കേക്ക് ഇരിക്കുന്നു. അപ്പോൾ ആ കുട്ടിയാകെ വിറച്ചു എന്നാ പറയുന്നത്. അടിമുടി വിറച്ചു പോയി. ദൈവം ഇതെന്താ ഈ കാണുന്നത്? 5 കേക്കിനുള്ളത് ഒഴിച്ചു വെച്ചിട്ടുള്ളൂ. പക്ഷേ 6 കേക്ക് അവിടെ ഈശോ കൊടുത്തു. ആ കേക്ക്, ഈശോ കൊടുത്ത കേക്ക് ഏതാണെന്ന് ആ കുട്ടിക്ക് അറിയില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മോളെ നീ കരയൊന്നും വേണ്ട, നീ ഇതുപോലെ പരിഭ്രമിക്കൊന്നും വേണ്ട. ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഈ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഈശോ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ആലിസേച്ചി ഇത്രയും വലിയ ക്യാൻസർ രോഗവും ഞാൻ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആലിസേച്ചിക്ക് ഇത്ര സന്തോഷമെന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ? നമ്മുടെ ഈശോ, ഏകരക്ഷകനായ ഈശോ, ഇപ്പോൾ കൊച്ചുണ്ണീശോയായിട്ട് നമ്മൾ വരവിന് വേണ്ടി കാത്തിരുന്നതാ ഇന്ന് ഈ ഉണ്ണീശോ പിറന്നതിൻ്റെ ഓർമ്മ നമ്മളിത് ആഘോഷിക്കുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഈ ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് അവിടേക്ക് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ മരണം അടുക്കുമ്പോൾ ഇത്ര സന്തോഷം.
നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈശോ കുരിശിലും മരിച്ച് കുറെ പീഡകളും സഹിച്ചു ഇതാ പോയി. ഇനി ഈശോ ഇവിടെ കുറെ കഷ്ടപ്പാട് കുറെ പേർക്ക് തരണ്ടേ? എന്ത് കഥ! പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കണില്ല. ആകെ സകന അസ്വസ്ഥത കൊണ്ട്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഈശോ നമ്മുടെ ഓരോ പ്രവർത്തികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, നീ ഇവിടെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. എൻ്റെ ശിഷ്യനെ എന്ന നിലയിൽ നീ ഇവിടെ ഒരു പാത്രം വെള്ളം കൊടുത്തപ്പോൾ ഞാനതവിടെ കാണുന്നുണ്ട്, മാലാഖ എഴുതി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നീ കഷ്ടപ്പെട്ട് കേക്ക് ഉണ്ടാക്കുമോ? ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അടയാളം വേണമെന്ന്. എനിക്ക് അടയാളം തരാൻ പറഞ്ഞതാ ദൈവാനുഗ്രഹം. അത് മോൾക്കായില്ലോ. ഇപ്പം നിനക്ക് മനസ്സിലായില്ല നിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ദൈവം കാണുന്നുണ്ടെന്ന്. ആ കുട്ടി നിനക്ക് അറിയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവൾ പറഞ്ഞു, ആ ഈശോ കൊണ്ടുവന്ന് വെച്ച കേക്ക് ഏതാണെന്ന് എനിക്കറിയില്ല ചേച്ചി. ഞാൻ പറഞ്ഞു, അങ്ങനെ അറിയേണ്ട കാര്യമൊന്നുമില്ല, ഈശോ ഇടപെട്ടു എന്നുള്ളത് മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സഹനങ്ങളൊക്കെ സഹിക്കാൻ നമുക്ക് വലിയ ശക്തി കിട്ടും, സന്തോഷം കിട്ടും. കാരണം നമ്മുടെ ഓരോ മൂമെൻറ്റും അറിയുന്ന ഈശോ സ്വർഗത്തിലിരിപ്പുണ്ട്. സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈശോ സ്വർഗത്തിലല്ല ഇരിക്കുന്നത്, നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളെ എന്താണ് മറ്റുള്ളവർ ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദന നമ്മൾ മാത്രമല്ല അതനുഭവിക്കുന്നത്, ഈശോ കാണുന്നുണ്ട്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഞാനൊരു എനിക്ക് നോമ്പ് നമസ്കാരമൊന്നുമില്ല കേട്ടോ, നോമ്പൊന്നും എനിക്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനെടുത്ത ഈശോ എന്നോട് പറഞ്ഞ്, ഈ വർഷത്തെ ക്രിസ്തുമസ് നീ എല്ലാവരോടും മാപ്പ് ചോദിക്കണമെന്ന്. നിന്നെ വേദനിപ്പിച്ചവരോടും നിന്നെ അപവാദം പറഞ്ഞവരോടും ഒന്നും നോക്കണ്ട, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് നീ മാപ്പ് പറയുക. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരോട് ന്യൂ ഇയർ ആകുമ്പോഴേക്കും മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വിഷമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഉണ്ണീശോ നമ്മുടെ അടുത്തേക്ക് കേക്കുമായിട്ട് വരുന്നത്. വലിയ സന്തോഷമായി, ഭയങ്കര സന്തോഷം ആ കുട്ടിക്ക്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, എല്ലാവരും ചോദിക്കും, രണ്ടാമത് ക്യാൻസർ തുടങ്ങിയെന്ന് കേട്ടിട്ട് ചേച്ചി എന്തെങ്കിലും ചിരിക്കുന്നത്, ചേച്ചിയുടെ കിളി പോയാ? എന്നോട് ചോദിക്കും, എന്താ വല്ല പ്രശ്നം ഉണ്ടാകെ, ചേച്ചിയുടെ കിളി പോയാ? ഞാൻ പറഞ്ഞു, എല്ലാ മക്കളെ എനിക്ക് സന്തോഷമാണ്. 2 ദിവസം മുമ്പ് പള്ളിയിൽ പോയപ്പോൾ ചേച്ചി ചോദിച്ചു, ആളിരുന്ന് ഇപ്പോൾ ഇത് കാണും, ആലീസ് ഭയങ്കര ക്ഷീണിച്ചല്ലോ. ഞാൻ ക്ഷീണിക്കട്ടെ, ഇത്രയൊക്കെ ഉള്ളോ ഈ ശരീരം, മനുഷ്യർക്കൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് തുടങ്ങിയല്ലേ? ഞാൻ തുടങ്ങി, സന്തോഷമായില്ല. അപ്പോൾ എന്തിനാ ഇങ്ങനെ സന്തോഷിക്കണേ? ഞാൻ എൻ്റെ പൊന്നു ചേച്ചി, നമ്മളിവിടെ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനം? എന്നാലും ഒരു ദിവസം മരിക്കില്ലേ? കൂടുതൽ പാപം ചെയ്യുമ്പോൾ നമുക്ക് മരിച്ചു പോകാലോ. അവിടെ ഈശോ കാത്തിരിക്കല്ലേ? ഈശോ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, നിത്യജീവൻ നമുക്ക് നൽകിക്കൊണ്ട്. പിതാവിൻ്റെ അടുത്ത് ഈശോ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട്, 2 കൈ നീട്ടി നോക്കിയിരിക്കുക. നന്മ ചെയ്യണ്ടോ, നന്മ ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന്. ആ ഈശോ നമ്മളെ കാത്തിരിക്കുമ്പോൾ നമ്മളെന്തിനു വിഷമിക്കണത്? ഇപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, ഈശോ അവിടെയല്ല, ഈശോ നമ്മുടെ കൂടെയുണ്ട്. കേക്ക് ഉണ്ടാക്കണോടത്തുണ്ട്, പുല്ല് പറിക്കണോടത്തുണ്ട്, എവിടെയൊക്കെ നമ്മൾ പോകുന്നു അവിടെയൊക്കെ ഈശോ ഉണ്ട്. ഈശോയ്ക്ക് നമ്മുടെ കൂടെ നടക്കാൻ ഇഷ്ടം, അല്ലാണ്ട് അവിടെ പോയിട്ടിരിക്കാനല്ല ഈശോയ്ക്ക് ഇഷ്ടം. ഈശോ നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈശോ എപ്പോഴും പറയും, ഹൃദയത്തിൽ വെറുപ്പ് വൈരാഗ്യം വിദ്വേഷമൊന്നും ഉണ്ടാകരുത്. പക്ഷെ ചിലപ്പോൾ നമുക്ക് വിഷമം വരും, നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുക, നമ്മളെ വേദനിപ്പിക്കുക, തരം താഴ്ത്തുക. അത് വരുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് വിഷമങ്ങൾ വരും. അപ്പം നമ്മൾ കൂടെ നടക്കുന്ന മാലാഖോടും ഉണ്ണീശോടും പറയും, അവരിങ്ങനെ വേണ്ടാധീനം പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നുട്ടാ, ദേഷ്യം വന്നു. ഇങ്ങനെ ദേഷ്യപ്പെടുത്തൽ തന്നെ. ഉണ്ണീശോ നമ്മുടെ കൂടെയുണ്ട്, ഈശോ നമ്മുടെ ഒപ്പമുണ്ട്. കുരിശിൽ തൂങ്ങി മരിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിച്ച് ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നേ, നമ്മുടെ കൂടെയുണ്ട് ഈശോ. കേക്ക് ഉണ്ടാക്കുമ്പോഴും ഈ ഭർത്താക്കന്മാർ അടിയോടടി കൊടുത്ത് വിഷമിപ്പിക്കുന്ന കുറേ വിഷമം കിട്ടുന്ന ഭാര്യമാരുണ്ട്. അവർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഈശോയുണ്ട് കൂടെ എന്ന്. അടി കിട്ടുന്ന ആൾക്കല്ലേ. എല്ലാം കഴിയുമ്പോൾ ഞാൻ പറയും, എല്ലാം ഈശോ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വസിക്കൽ പ്രയാസം. ഈശോ നമ്മളെ അടിക്കുന്നത് നോക്കിയിട്ട് മിണ്ടാണ്ട് നിൽക്കും. ക്രിസ്ത്യാനികളെ അടിച്ച് ഇടുന്നു, ക്രിസ്തുമസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഇവർ ചോദിച്ചു, അപ്പോൾ ഈശോ ഇല്ലേ ചേച്ചി അവിടെ? ഞാൻ ഉണ്ടെന്നേ, ഈശോയുണ്ട്. ഈശോനെ അടിച്ചപ്പോൾ പിതാവ് ഉണ്ടായിരുന്നു, പിതാവ് ഒന്നും മിണ്ടിയില്ലല്ലോ. അതൊരു പദ്ധതിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വിഷമിക്കുമ്പോഴും നമ്മെ വിഷമിപ്പിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും ഈശോ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മാപ്പ് പറയാം. നിങ്ങളെല്ലാവരും ഈ ഫ്രാൻസിസ്കൻ ജപമാലയൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ അല്ലേ? ചൊല്ലിയിട്ടില്ലേ ഇന്ന്? എല്ലാവരും ദണ്ഡവിമോചനമൊക്കെ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചില്ലേ? അപ്പോൾ ഇന്ന് കേക്കിൻ്റെ ഒരു അത്ഭുതം, രണ്ടാമതൊരു അത്ഭുതം കൂടി ഉണ്ടായിട്ടോ. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും. ആ അത്ഭുതം ഞാൻ പറയാം. പള്ളിയിൽ ക്രിസ്തുമസിൻ്റെ ആ ഒരുക്കങ്ങളൊക്കെയാണ്. എന്നും പ്രാർത്ഥിക്കാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് ബൈക്കിലാണ് പോകണമെങ്കിൽ ഹെൽമെറ്റ് എടുത്തു വയ്ക്കുന്ന ഒരു തൂണുണ്ട്, മോണ്ടകത്ത് തന്നെ 2 തൂണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് കയറുക. ഇപ്പോൾ ഒരു 4-5 ദിവസം മുമ്പ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരേ ഒരു പ്രാർത്ഥന ചൊല്ലാൻ പറ്റണുള്ളൂ. ഉണ്ണീശോയെ, നിനക്കിരിക്കാൻ പറ്റുന്ന പൂങ്കാവനമാക്കി എൻ്റെ ഹൃദയം മാറ്റണമേ. എന്നെ വേദനിപ്പിച്ചവര്, ചതിച്ചവര്, വഞ്ചിച്ചവര്, ഈശോ പറഞ്ഞ എല്ലാവരോടും ക്ഷമിക്കണം. ഞാൻ ഈ നിമിഷം എല്ലാവരോടും ക്ഷമിച്ചു. എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു. സാരില്ല, അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയിട്ടുള്ളതല്ലേ. ഈശോയോട് പറഞ്ഞു, എൻ്റെ ഹൃദയം ശരിയായോ? ഇങ്ങനെ ഞാൻ ക്ഷമിച്ചാൽ മതിയോ? എനിക്ക് അവരിപ്പോൾ സ്നേഹമാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശോ പറയുന്ന പോലെ ഗൈഡൻസിൽ നീ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ പ്രാർത്ഥിക്കും. ഇനി ഞാൻ ചെയ്യാത്ത ഓരോ അപരാധങ്ങളുടെ പേരിൽ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇനി എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും സംസാരിച്ചപ്പോൾ എൻ്റെ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടാകാം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇത് ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നെ വേദനിപ്പിച്ചവരുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഞാൻ അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവർ പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വിചാരിച്ച് ഞാൻ അവരോടും ക്ഷമിച്ച് മാപ്പ് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, ഈശോയെ, ഈ ക്രിസ്തുമസിൽ എൻ്റെ ഉണ്ണീശോയ്ക്ക് ഇരിക്കാൻ പറ്റിയൊരു പൂങ്കാവനമാക്കിയിട്ട് എൻ്റെ ഹൃദയം നീ മാറ്റണമേ, സഹിക്കാനുള്ള ശക്തി തരണമേ, ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ, പ്രതികരിക്കാതിരിക്കാനുള്ള കൃപ നൽകണമേ എന്ന്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കും. പൂങ്കാവനമായി ഉണ്ണീശോയെ, നീ എൻ്റെ കൂടെ വരില്ലേ എന്ന് ചോദിക്കാറുണ്ട്. 4-5 ദിവസം മുമ്പ് ഞാൻ പള്ളിയിൽ കയറുമ്പോൾ, ഇതൊക്കെ യാദൃശ്ചികമാണ് കേട്ടോ, സ്വർഗത്തിൽ നിന്ന് വന്നൊന്നും ഞാൻ പറയില്ല, ആരെങ്കിലും കൊണ്ടുവച്ചതോ. ഒരു ഉണ്ണീശോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ചെരുപ്പ് വയ്ക്കുന്നതിൻ്റെ 2 തൂണിൻ്റെ ഇടയിൽ ഒരു ഉണ്ണീശോ മറഞ്ഞ് പോലെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, നല്ലൊരു ഉണ്ണീശോ. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഇത് നല്ലൊരു ഉണ്ണീശോയാണല്ലോ, ഇതെന്താ ഇവിടെ ഇങ്ങനെ ആരും എടുക്കാതെ, ആരാണിത് മറന്നു വെച്ച് പോയിരിക്കുന്നതാവോ? എന്നിട്ട് ഞാൻ ഉണ്ണീശോയുടെ ഉണ്ണീശോ നീ ഇവിടെ ഇരിക്കും, ഇത് വല്ലവരും വെച്ചതാണെങ്കിലോ എന്ന് വെച്ച് ഞാൻ പോയി. 3-4 ദിവസം ഇങ്ങനെ പള്ളിയിൽ കയറുമ്പോഴും ഈ ഉണ്ണീശോനെ കാണും. അപ്പം ഞാൻ ചോദിക്കും, അപ്പം എനിക്ക് തോന്നാണ്, ഉണ്ണീശോ എന്നോട് ചോദിക്കുകയാണ്, നീ എന്നെ കൊണ്ടുപോകണില്ലേ? അപ്പം ഇന്നലെ ഞാൻ പള്ളിയിൽ പോയി. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് എല്ലാവരും പോയി, ആരുമില്ല, നല്ല മഞ്ഞ. ആ മഞ്ഞിൻ്റെ സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്, വീട്ടിൽ വന്നാലും ആ ഉണ്ണീശ അവിടെ ഇരിക്കുകയല്ലേ, അതിനെ കൊണ്ടുവരായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും, ആരെങ്കിലും വെച്ചിട്ടുള്ളതാണെങ്കിലോ. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ഉണ്ണീശോയെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ, എൻ്റെ വീട്ടിലേക്ക് വരണേന്ന്. ഇന്നലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഈ ഉണ്ണീശോ അവിടെ ഇരിക്കുന്നു. ഇതാണ് എൻ്റെ ഉണ്ണീശോ. ഈ ഉണ്ണീശോ അവിടെ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ചെരിഞ്ഞിട്ട്. ഇതിൻ്റെ കൈ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ എന്നെ കൊണ്ടുപോകുന്നല്ലേ ഇത് പറയണേ മഞ്ഞത്ത്. എന്തായാലും ഞാൻ പറഞ്ഞു, പള്ളിയിൽ ചെല്ലട്ടെ, കുർബാന കഴിഞ്ഞിട്ട് വരുമ്പോഴും നീ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ, കുറച്ച് ദിവസമായി ഞാൻ കാണുന്നു, ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ അപ്പം അന്നത്തെ അച്ഛൻ്റെ പ്രസംഗം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് അടയാളം ലഭിക്കും. ഇതാണ് അച്ഛൻ പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ അച്ഛനിങ്ങനെ പറഞ്ഞു, വിശ്വാസത്തിൻ്റെ മാതാവിനെയാണ് നമ്മൾ ഇപ്പോൾ ഈ ദിവസം ധ്യാനിച്ചിരുന്നത്. കൊച്ചു കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഈ ക്രിസ്മസ് സീസണിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, വട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങളങ്ങനെ കൊച്ചു കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ അടയാളം ലഭിക്കുന്നു. ഞാനത് കേട്ടപ്പോൾ ആകെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലാണത്. അങ്ങനെ ഞാൻ വിശ്വസിച്ചു. അപ്പം ഞാൻ വെച്ചു, ദൈവമേ എന്തായിരിക്കും ഈ ഉണ്ണീശോ പോയിട്ടില്ലേ എന്ന്. എനിക്ക് തോന്നാ, നീ എന്നെ കൊണ്ടുപോകാത്ത, നിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നീ എന്നെ കൊണ്ടുപോകാത്തതെന്നാണ് എനിക്ക് ചോദ്യം വരണത്. അങ്ങനെ ഞാൻ പള്ളി കഴിഞ്ഞ് പുറത്ത് പോയപ്പോൾ ഈ ഉണ്ണീശോ വീണ്ടും അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ ആ 2 തൂണിൻ്റെ മറവിൽ ആർക്കും കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഉണ്ണീശോനെ എടുത്തു. എൻ്റെ ഉണ്ണീശോയ്ക്ക്
അതിനൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിന്നെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ചെന്ന് കപ്പ്യാരോട് ചോദിച്ചു. ഒരു ഉണ്ണി അവിടെ വെറുതെ കിടക്കുന്നുണ്ട്. ആ കപ്പ്യാർ ചോദിച്ചു, ഉണ്ണിയോ? ആ, ഒരു ഉണ്ണി അവിടെ തണുത്ത് വരച്ച് കിടക്കുന്നുണ്ട്. ഞാൻ അതിനെടുത്തിട്ടുണ്ട്. ഇത് ആരെങ്കിലും മറന്നു വെച്ചതാണെങ്കിൽ ഈ ഉണ്ണീനെ എന്നോട് ചോദിച്ചാൽ ഞാൻ തിരിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞു. ഈ ഉണ്ണി എങ്ങനെയാണ് അവിടെ വന്നതെന്ന് എനിക്കറിയില്ല. കുറേ ദിവസമായി കാണുന്നു ഈ ഉണ്ണി അവിടെ എങ്ങനെ ഇരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് ഈശോ എനിക്ക് തന്ന അടയാളമായിട്ട് സ്വീകരിച്ചിരിക്കുക. ഉണ്ണീശോയെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരില്ലേ, നീ എൻ്റെ വീട്ടിലേക്ക് വരില്ലേ എന്ന് ചോദിച്ചതിൻ്റെ ഒരു മറുപടിയാണ് ഈ ഉണ്ണി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ ഇതവിടെ കൊണ്ടുവന്ന് വെച്ച് ആരെങ്കിലും മറന്നിട്ടുള്ളതാണെങ്കിൽ അവരെന്നെ വിളിക്കും, ഞങ്ങളുടെ പള്ളിയിലത്തെ കപ്പ്യാർ വഴി. അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ അത് തിരിച്ചു കൊടുക്കും. പക്ഷേ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇന്നലെ എനിക്ക് ലഭിച്ച മറ്റൊരു ഉണ്ണിയാണിത്. എൻ്റെ ഉണ്ണീശോ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അതും കേക്ക് ഉണ്ടാക്കിയിട്ടാണ് ആൾ വന്നത്. കുറവുകളൊന്നും വേണ്ട. ഉണ്ണീശോയുടെ നാമത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമ്മളെക്കൊണ്ട് വലിച്ചെത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈശോ ഇടപെടും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കാര്യം, കൊച്ചു ത്രേസ്യപ്പുണ്യത്തി കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തിട്ട്, കുഞ്ഞു 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 കാര്യങ്ങൾ ചെയ്തിട്ട് ഈശോനെ സ്വന്തമാക്കിയവളാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നടന്ന രണ്ടാമത്തെ ഒരു ഇടപെടലാണത്. ഇനിയൊരു ചെറിയ കാര്യം, ഒരു വലിയ കാര്യം കൂടിയുണ്ട്. അത് ഇന്ന് ശുദ്ധീകരാത്മാക്കൾ കുറേയധികം പോകുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, മാതാവിനെ പറഞ്ഞു, നാളെ ശുദ്ധീകരാത്മാക്കൾ കുറേ പോവില്ലേ, ഞാൻ എൻ്റെ സഹനങ്ങൾ മുഴുവൻ അവർക്ക് വേണ്ടി ഈശോയുടെ സഹനത്തോട് ചേർക്കാം. ഈശോയെ ഇനി ആർക്ക് വേണ്ടിയാണ്, ഏത് മേഖലയിലുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞോളോ എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നോളെന്ന്. അങ്ങനെ സാധാരണ ഇപ്പം അങ്ങനെ സ്വപ്നമൊന്നും കാണാറില്ല, സ്വപ്നം കാണാനുള്ള സമയം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ കിടന്നു, സാധാരണ പോലെ കിടന്നു. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞങ്ങളുടെ തൊട്ടയൽവാസിയായിട്ടുള്ള 3 അമ്മമാർ, ഒരു വീട്ടിലെ 3 അമ്മമാർ, അത് ശരിക്കും റോമൻ കാത്തലിക് അല്ല, യാക്കോബൈറ്റ്സാണ്. ആ 3 അമ്മമാർ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് ഭയങ്കര ലഹളയാണ്. അതായത് അടിച്ചു വാരുന്നു, ശരിയാക്കുന്നു, എന്നോട് അങ്ങനെ ചെയ്യാൻ പറയുന്നു. അപ്പം ഞാൻ ആഹാ, മരിച്ചുപോയി എന്ന ആളുകളല്ലേ ഇവരിവിടെ വന്നേക്കാണല്ലോ എൻ്റെ അടുത്തേക്ക് എന്ന്. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മോളെ ഇങ്ങനെ ചെയ്യുന്നില്ലേ, അങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെ. പിന്നെ ഞാൻ പുലർച്ചെ എഴുന്നേറ്റപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിക്കേണ്ട ശുദ്ധീകരാത്മാക്കളാണ് അവർ. മാത്രമല്ല, ഇന്നത്തെ ദിവസം ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകം ശുദ്ധീകരാത്മാക്കൾക്ക് വിടുതൽ കിട്ടും. പ്രിയ സഹോദരങ്ങളെ, ഈ സ്വപ്നം എനിക്ക് വലിയ സന്തോഷമായി. കാരണം അതെനിക്കൊരു വലിയ അടയാളമായിട്ട് തോന്നി. ഈ ശുദ്ധീകരാത്മാക്കൾക്ക്, നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് നല്ല സന്തോഷമാണ്, സ്നേഹത്തിൻ്റെ പ്രവൃത്തിയല്ലേ. ഞങ്ങളുടെ ഇടവകയിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ബന്ധു മരിച്ചിട്ട് കല്ലറ കെട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാ ദിവസവും വരില്ല, അവരുടെ വീട്ടിൽ നിന്ന് ആരും വരാൻ സാധ്യതയില്ല. എന്നോട് ഈശോ പറഞ്ഞു, കല്ലറകളിൽ ഇങ്ങനെ കിടക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു, ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്താണ്. എങ്കിലും നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിനറിയാം കല്ലറയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ സ്നേഹം അവർക്ക് കിട്ടും. അപ്പോൾ അവിടെ ഒരു തിരി കത്തിച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷം. തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എന്നും എന്നോടൊരു സന്ദേശം കിട്ടി, ഈ കല്ലറയിൽ ഒരു തിരി കത്തിക്ക്. അപ്പം ഞാൻ അത് ഇവൾക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ ഒപ്പം പഠിപ്പിച്ചത് എൻ്റെ ബന്ധുവാണ്, കാറ്റഗിസം ടീച്ചറായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇവൾക്ക് മാത്രമല്ല ഇത് തിരി കത്തിക്കുക. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ലോകം മുഴുവനുമുള്ള സിമിത്തേരികളിൽ എവിടെയൊക്കെ ഡെഡ് ബോഡികൾ കിടക്കുന്നു അവിടെയൊന്നും തിരി കത്തിക്കാത്തതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുന്ന ആത്മാക്കളുണ്ടാവും. കാരണം ഞങ്ങൾ ആരും നോക്കാനില്ല, ആരും തിരി കത്തിക്കാനില്ല, ഒരു പൂ വയ്ക്കാനില്ല, ഞങ്ങളോട് ആർക്കും സ്നേഹമില്ലല്ലോ എന്നോർത്തിരിക്കുന്ന ശുദ്ധീകരാത്മാക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി ഞാൻ ഈ തിരി കത്തിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്നും അവിടെ ഒരു തിരി കത്തിക്കും. ആർക്കൊക്കെ തിരി കത്തിക്കാതിരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ദൈവമേ, ആർക്കാണ് കല്ലറകളിൽ പ്രാർത്ഥന എത്താത്തത്? കല്ലറകളിലേക്കല്ല പ്രാർത്ഥന എത്തേണ്ടത്, കല്ലറകളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മാവിന് ആശ്വാസം കിട്ടും. എന്തുകൊണ്ടാണ് ആശ്വാസം കിട്ടുന്നത്? സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്.
സ്നേഹത്തിൻ്റെ ഏത് പ്രവൃത്തിക്കും മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. ഒരു പക്ഷേ എൻ്റെ അയൽവക്കത്ത് നിന്ന് വന്ന ഈ 3 അമ്മമാരുടെ കല്ലറകളിന്മേൽ ചിലപ്പോൾ തിരികെത്തുന്നുണ്ടാകില്ല. ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. വിജാതീയരും സജാതീയരുമായ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പ്രിയ കൂട്ടുകാരെ, നിങ്ങളെ എൻ്റെ ഈ കൊച്ചു അടയാളങ്ങൾ കേട്ട് ബോറടിച്ചോ എന്നെനിക്കറിയില്ല, എങ്കിലും എനിക്കിത് പറയണം. അങ്ങനെ പറഞ്ഞ് എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഈശോ ഒരിക്കലും വിചാരിക്കരുത് ഈശോ ഇവിടെ കാണുന്നതൊന്നും കാണാതെ അവിടെ പോയിരിക്കണമെന്ന്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഉണ്ണീശോ നമ്മുടെ ഒപ്പമുണ്ട്. കേക്ക് ഉണ്ടാക്കാൻ വരും, വട്ടയപ്പം ഉണ്ടാക്കാൻ വരും. നിങ്ങളുടെ വട്ടയപ്പങ്ങൾ വീർത്തിട്ടില്ലെങ്കിൽ പേടിക്കണ്ട കേട്ടോ, ഈശോ ഉണ്ടായിട്ടുണ്ടാവും അവിടെ. ഇപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്, നിങ്ങൾ ഭയപ്പെടണ്ട. ഇതുപോലെയുള്ള കുറേ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. എന്നെ വാട്സപ്പിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് ഇടണം. ഫോൺ വിളിക്കരുത്, ഫോൺ എടുക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ തന്നെ ഒരു സഹോദരി വിളിച്ച് പറഞ്ഞിരുന്നു ഒരു അത്ഭുതം. ഞാനത് വേറെ വീഡിയോയിൽ പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരെയാണ്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ള റോസറി ചെയ്യാൻ മുടങ്ങാതെ ചെല്ലണം കേട്ടോ. അതുപോലെ ഓരോ ദിവസവും കിട്ടുന്ന സന്ദേശം അനുസരിച്ച് ദണ്ഡവിമോചനത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എഴുതി സൂക്ഷിക്കണം കേട്ടോ. എപ്പോഴും ഞാൻ ചിലപ്പോൾ ഇത് മറന്നു പോകും. പിന്നെ ഞാൻ തന്നെ എത്ര നാളിത് പറയും എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ എഴുതിയെടുക്കണം. നോർത്ത് ഇന്ത്യയിലും മറ്റും നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ വേദനിക്കുന്നത് ഈശോയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഉണ്ണീശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വസിച്ചാൽ നമ്മൾ ദൈവമഹത്വം കാണും. ഉണ്ണീശോ നമ്മുടെ ഒപ്പമാണ്. ഈശോ നമ്മുടെ കൂടെയാണ്, അല്ലാതെ സ്വർഗത്തിലിരിപ്പല്ല. സ്വർഗം ഇവിടെ തന്നെയാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അത് പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും മറന്നും ഒക്കെയാണ്. മറക്കാൻ എളുപ്പമല്ല, ക്ഷമിക്കാൻ പിന്നെയും കുഴപ്പമില്ല. ഒരു വെട്ട് കിട്ടിയാൽ ആ വെട്ടിൻ്റെ പാട് ഉണങ്ങുന്നത് വരെ മറക്കാൻ ബുദ്ധിമുട്ടാണ്. മറക്കാൻ പറ്റിയില്ലെങ്കിലും ക്ഷമിക്കാൻ പറ്റണം. പ്രിയ കൂട്ടുകാരെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.